ബഹുമാനികളെ, നാം ഈ കാണുന്ന കാഴ്ചകൾ ചീറിപ്പായുന്ന വെടിയുണ്ടകളിൽ തകർത്തെറിയപ്പെട്ടവരോ, നിരന്തരമായി പെയ്തിറങ്ങുന്ന ബോംബുകളിൽ വീണ് മരിക്കുന്നവരോ, ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നു പോയവരോ അല്ല. വരും ഒരു നേരം ഭക്ഷണം പോലും കിട്ടാതെ ദിവസങ്ങളായി പിടഞ്ഞ് വിശപ്പിലൂടെ മരിക്കുന്ന പാവപ്പെട്ട ഗസയിലെ സഹോദര സഹോദരികളാണ്. തൻ്റെ പിഞ്ചു പൈതൽ ഒരു തുള്ളി പാലിന് വേണ്ടി വാവിട്ട് കരയുമ്പോഴും ഒരു തുള്ളി പാല് കൊടുക്കാൻ പെറ്റുമ്മക്ക് സാധിക്കുന്നില്ല. കാരണം താൻ പോലും ഭക്ഷണം കഴിച്ചിട്ട്, ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് പോലും ദിവസങ്ങളായി തൻ്റെ മാർബിടത്ത് പാല് വറ്റുപോയിരിക്കുകയാണ്. പിഞ്ചു പൈതൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അലറി വിളിക്കുമ്പോഴും പിടഞ്ഞു മരിക്കുമ്പോഴും പെറ്റുമ്മ നോക്കി നിൽക്കുകയാണ്. വേറൊന്നും നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുകയാണ്. ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഒന്നല്ല രണ്ടല്ല 119 ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയിലെ പട്ടിണിയിലായി മരിച്ചുകൊണ്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം നാം ഒന്ന് ആലോചിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദ ഖൂതി യൗമിഹി ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. ഒരാൾ സുരക്ഷിതത്വത്തോടു കൂടെ തന്നെ തൻ്റെ വീട്ടിൽ നേരം വെളുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കാര്യമായ രോഗങ്ങളൊന്നുമില്ല അവൻ്റെ ശരീരത്ത്, നല്ല ആഫിയത്തോടു കൂടെയാ ആ ദിവസം അവൻ നേരം വെളുക്കുന്നത്. അതുമാത്രമല്ല, അവൻ്റെ വീട്ടിൽ അന്നത്തെ ദിവസത്തിൻ്റെ ഭക്ഷണം അവൻ്റെ അടുക്കലുണ്ട്. ഇൻദ ഖൂതി യൗമിഹി, ആ ദിവസത്തിൻ്റെ ഭക്ഷണം അവൻ്റെ വീട്ടിലുണ്ട്. ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ, എന്നാൽ ദുനിയാവ് മൊത്തം കിട്ടുന്നതിന് തുല്യമാണത്രേ ആ ഒരു ദിവസം. ദുനിയാവ് മുഴുവനും കിട്ടുന്നതിന് തുല്യമാണത്രേ ആ ഒരു ദിവസത്തിൻ്റെ, ആ നേരം വെളുക്കുന്ന, ആ നിലക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റെ ആ ദിവസം. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോ ദിനരാത്രികൾ കഴിയുമ്പോഴും നമുക്ക് വേണ്ടുന്ന വിധത്തിൽ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു തന്നിരിക്കുകയാണ്. ഒരാൾ പോലും നമ്മുടെ നാട്ടിലോ പരിസരത്തോ പട്ടിണിയായി കിടന്ന് മരിക്കേണ്ട ദുരവസ്ഥ ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന അനുഗ്രഹം ആ പാവപ്പെട്ട ഗസയിലെ ആളുകൾക്ക് അല്ലാഹു അവർക്ക് നൽകുന്ന പരീക്ഷണം ഇതൊന്ന് ഓർത്തിട്ടായിരിക്കണം നാം ഓരോ ദിവസം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടത്. കണ്ടില്ലേ, ഫലസ്തീനിലും ഇറാഖിലും അതുപോലെ തന്നെ ഗസയിലും നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും തകർത്തെറിയപ്പെട്ട ബോംബാക്രമണങ്ങളിൽ തകർത്തെറിയപ്പെടുന്ന എത്ര സഹോദര സഹോദരികളാണ്. ഓരോ ദിവസങ്ങൾ നേരം വെളുക്കുമ്പോഴും ഏതെല്ലാം വിധത്തിലൂടെ സുരക്ഷിതത്വമാണ് നമുക്ക് കിട്ടുകൊണ്ടുള്ളത്. അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും കരിയിച്ച് കളഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖ് റബ്ബുന നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗസയിൽ പട്ടിണിയിലായി കിടന്നു മരിക്കുന്ന, പിടഞ്ഞു മരിക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കളടക്കമുള്ള സഹോദര സഹോദരികൾക്ക് അള്ളാഹുവെ നിൻ്റെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു കൊടുക്കണം അള്ളാഹുവെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലും ഇറാനിലും ഗസയിലൊക്കെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് തകർത്തെറിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.